ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൻസ് കിച്ചൻ. ഈ ഒരു ഇൻട്രോ ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും എല്ലാവരും കേൾക്കുന്നുണ്ടാവുക. ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോസ് കാണാത്ത, റെസിപ്പീസ് ഒന്നും കാണുന്നില്ലല്ലോ, ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി റെസിപ്പീസും എല്ലാമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും പഴയ പോലെ തന്നെ വിസിറ്റ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബിഗിനേഴ്സിനായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ കടായിയാണ്, പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കടായി. നല്ലൊരു ക്രീമി ആയിട്ടുള്ള എന്നാൽ കുറച്ച് സ്പൈസിയും ആയിട്ടുള്ളൊരു കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു ഡിഷിന് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/2 കിലോ ചിക്കൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗവും നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം. ഒരു സൈഡ് ഒരു 5-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒരു 5-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടണം. അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ അത്യാവശ്യം ചെറുതായിട്ട് എല്ലാ ഭാഗവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു വലിയ സവാളയും കൂടെ കൊത്തി അരിഞ്ഞ് ചെറുതായി നുറുക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 1-2 പച്ചമുളക് അതും നീളത്തിൽ കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം കുറച്ചധികം ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഓയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയതിന് ശേഷം ആ ഓയിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ഉള്ളിയൊക്കെ കളർ മാറി വരുന്നുണ്ട്. അതുപോലെ ചിക്കനും കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം കണ്ടോ, നമ്മുടെ ഉള്ളിയും അതുപോലെ ചിക്കനൊക്കെ കുറച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി വളരെ തിന്നായിട്ട്, വളരെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ ഉള്ളിയോ തക്കാളിയോ ഒന്നും നമുക്ക് കാണാനുണ്ടാവില്ല, എല്ലാം കൂടെ ഗ്രേവി ആയി പോകണം. തക്കാളി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ടോ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടാനായിട്ട് ഒന്ന് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ ചേർത്തിട്ട് ഞാനൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായി. ഇനി ഇതിലേക്ക് കുറച്ചൊരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ചിക്കനിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയും ബാക്കി നന്നായി സോഫ്റ്റായി നന്നായിട്ട് സ്മാഷായി എടുക്കണം. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേവിക്കായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ക്രഷ് ചെയ്തങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ആ ഒരു മസാലയിലെല്ലാം കൂടെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നന്നായി കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി അത്യാവശ്യം തിക്കായി നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം.
ഫൈനലി ഈ ഫ്രഷ് ക്രീമാണ് നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ് ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പം. പിന്നെ തൈര് ചേർക്കുമ്പം പുളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈര് ചേർത്ത് കഴിഞ്ഞാലും ഈ ഒരു ഡിഷിന് അത്ര വലിയ പുളിപ്പുണ്ടാവില്ല. ഞാൻ സാധാരണ നമ്മുടെ മിൽമ തൈര് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇവ നമ്മുടെ ഡിഷ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകിസ്ഥാനി സ്റ്റൈൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. നമുക്കിത് പൊറോട്ടൻ്റെ കൂടെ നൈസ് പത്തിരീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നൈസ് പത്തിരിയാണ്. ഇതിന് മുന്നേ ഞാൻ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതേപോലെ ഇനി പുതിയ റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് നാളെയും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.